ഹലോ, ഇന്ന് നമുക്ക് നാഗേന്ദ്രൻസ് ഹണിമൂൺസിന്റെ 5 മാറും എപ്പിസോഡിന്റെ കഥ നോക്കിയാലോ. 4ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് നാഗേന്ദ്രനും സോമനും ചേർന്ന് ലോഡ്ജിൽ കാശ് പോലും കൊടുക്കാതെ അവിടെ നിന്നും മുങ്ങുകയാണ്. 5ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് കാലപ്പുഴയിലെ കൈനഗിരി എന്ന സ്ഥലമാണ്. അവിടെ തങ്കത്തിന്റെ കഥയാണ് കാണിക്കുന്നത്. ആ നാട്ടിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ് തങ്കം. തങ്കത്തിന്റെ വിവാഹത്തിനു വേണ്ടി അവിടെയുള്ള പയ്യന്മാരെല്ലാം ചേർന്ന് കാശ് സ്വരുക്കൂട്ടുകയാണ്. കാരണം എന്തെന്നാൽ ഈ തങ്കത്തിനടുത്ത് പോകാത്തതായിട്ട് ഒരാണുങ്ങൾ പോലുമില്ല. അതുകൊണ്ട് ആ നാട്ടിലെ ആണുങ്ങളെല്ലാം പിഴച്ചു പോകുന്നതിനാൽ നാട്ടിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ചേർന്ന് തങ്കത്തിനെ നാട് കടത്തുവാനായി തീരുമാനിക്കും. ഒന്നുകിൽ തങ്കം വിവാഹം കഴിച്ച് അവിടെ തന്നെ ജീവിക്കുക, ഇല്ലെങ്കിൽ നാട് വിട്ടു പോവുക. അങ്ങനെ ആ നാട്ടിലുള്ള പയ്യന്മാരൊക്കെ ചേർന്ന് തങ്കത്തിന്റെ വിവാഹം നടത്തുവാനായി തീരുമാനിച്ചു. അതിനുവേണ്ടി ആ നാട്ടിലുള്ള പയ്യന്മാരെല്ലാം കാശ് സുരുക്കൂട്ടുകയാണ്. തങ്കത്തിന് വിവാഹം കഴിക്കുവാനായി എത്തിയത് നാഗേന്ദ്രനായിരുന്നു. കുമാരൻ എന്ന പേരിലാണ് നാഗേന്ദ്രൻ അവിടെ എത്തിയതും. അങ്ങനെ കാശാണെങ്കിൽ സോമനെ ഏൽപ്പിക്കുമ്പോൾ 500 രൂപയുടെ കുറവുണ്ട്. ആയതിനാൽ അവിടെയുള്ള വലിയ പ്രമാണിമാരുടെ കയ്യിൽ നിന്നും പൂജാരിയുടെ കയ്യിൽ നിന്നും എല്ലാം അവന്മാർ പൈസ പിരിക്കുകയാണ്. കാരണം എന്തെന്നാൽ ഈ ആളുകൾ വരെ തങ്കത്തിന്റെ അടുത്ത് പോകും. ആ പയ്യന്മാരെല്ലാം ചേർന്ന് സോമനെയും നാഗേന്ദ്രനെയും തങ്കത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. അവർക്കാണെങ്കിൽ തങ്ക ഈ നാട് വിട്ടു പോകരുതെന്നാണ് പയ്യന്മാരുടെയൊക്കെ ആഗ്രഹം. അടുത്ത ദിവസം വിവാഹമാണ്. അങ്ങനെ ഒരു അമ്പലത്തിൽ വെച്ച് 2 പേരുടെയും വിവാഹവും കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് തങ്കം 1 മാസമെങ്കിലും ആ ഗ്രാമത്തിൽ നിൽക്കണമെന്നാണ് പയ്യന്മാരുടെയൊക്കെ ആഗ്രഹം. അങ്ങനെ വിവാഹം കഴിഞ്ഞ തങ്കം നാഗേന്ദ്രനെയും കൊണ്ട് ഗ്രാമത്തിലൂടെ നടന്നു പോവുകയാണ്. എല്ലാവരെയും നാഗേന്ദ്രനെ കാണിക്കുന്നുമുണ്ട്. അങ്ങനെ അവർ വീട്ടിലേക്കെത്തി. വീട്ടിലെത്തിയപ്പോൾ പയ്യന്മാരാണെങ്കിൽ പിരിച്ച കാശെല്ലാം സോമനെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് തങ്കമാണെങ്കിൽ ആ കാശ് തട്ടിയെടുത്തു. എന്നിട്ട് അവളുടെ കൈവശം തന്നെ സൂക്ഷിക്കുകയാണ്. അപ്പോൾ തിരികെ പോകാനായി ഒരുങ്ങുന്ന സോമനാണെങ്കിൽ നാഗേന്ദ്രനോട് പറയുന്നുണ്ട് എങ്ങനെയും അവളുടെ കയ്യിൽ നിന്ന് ആ കാശ് തട്ടിയെടുത്തതിന് ശേഷം സോമനൊപ്പം വരാനായിട്ട്. അങ്ങനെ നാഗേന്ദ്രൻ കുറച്ച് സമയം കൂടി സോമനോട് ആവശ്യപ്പെട്ടു. സോമനാണെങ്കിൽ തിരിച്ച് നാട്ടിലേക്കും പോവുകയാണ്. കല്യാണം കഴിഞ്ഞെങ്കിലും തങ്കമാണെങ്കിലോ തന്റെ തൊഴിൽ അവസാനിപ്പിക്കുവാനായും തയ്യാറായില്ല. അവൾക്ക് വീണ്ടും കസ്റ്റമേഴ്സ് വന്നുകൊണ്ടേയിരുന്നു. വരുന്നവരെല്ലാം നാഗേന്ദ്രനോട് കടയിൽ പോയി സോഡ വാങ്ങാനും കള്ളു വാങ്ങാനൊക്കെയായി പൈസ കൊടുത്ത് പറഞ്ഞുവിടും. പോലീസുകാരുണ്ട്, പ്രമാണിമാരുണ്ട്, പിന്നെ ആ കാശ് കൊടുത്ത പയ്യന്മാരൊക്കെ തങ്കത്തിന്റെ കസ്റ്റമേഴ്സാണ്. വരുന്നവരെല്ലാവരും ഒന്നുകിൽ നാഗേന്ദ്രന് കാശ് കൊടുക്കും. ആ പയ്യന്മാരാണെങ്കിലോ പകലെന്ന് പോലും നോക്കാതെ തങ്കത്തിന്റെ വീട്ടിലേക്ക് വരും. എന്നിട്ട് നാഗേന്ദ്രനെ കാശ് കൊടുത്ത് അവിടെ ഇരുത്തും. നാഗേന്ദ്രനാണെങ്കിൽ ആ കാശെല്ലാം ശേഖരിക്കുവാനായും തുടങ്ങി. ഒരിക്കൽ തങ്കം കുളിക്കാൻ പോയ സമയമായിരുന്നു. അന്ന് നാഗേന്ദ്രനാണെങ്കിലോ തങ്കം അറിയാതെ അവളുടെ അലമാര തുറന്ന് കാശ് എടുക്കുകയാണ്. കുറച്ച് കാശ് അവൾക്കായി അവിടെ വെക്കുന്നുമുണ്ട്. അതേസമയം തന്നെ തങ്കത്തിനൊരു കസ്റ്റമർ വരികയാണ്. അത് ആ നാട്ടിലെ തന്നെ പ്രമാണിയായിരുന്നു. ആ പ്രമാണിയും കൂട്ടി അവൾ വീട്ടിലേക്ക് വരും. പ്രമാണിയാണെങ്കിൽ നാഗേന്ദ്രന്റെ കയ്യിൽ കാശ് കൊടുത്തിട്ട് സോഡ വാങ്ങിക്കൊണ്ട് വരുവാനായും പറഞ്ഞു. അങ്ങനെ നാഗേന്ദ്രൻ സോഡ വാങ്ങാനായി പോകുന്ന വഴിയിൽ വെച്ച് സോമനെ കാണുകയാണ്. സോമനാണെങ്കിൽ എത്രയും വേഗം കാശുമെടുത്ത് അവനോടൊപ്പം ചെല്ലുവാനായി പറഞ്ഞു. നാഗേന്ദ്രൻ തന്റെ പെട്ടി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് തിരിച്ചു ചെല്ലുന്ന സമയം തങ്കം ആ പ്രമാണിയോടൊപ്പം ബെഡ്റൂമിലായിരുന്നു. എന്നാൽ മറ്റൊരു വശത്ത് ലില്ലിയുടെ സഹോദരനാണെങ്കിലോ നാഗേന്ദ്രനെയും സോമനെയും തിരക്കി അലയുകയാണല്ലോ. അങ്ങനെ അവരാണെങ്കിൽ ആ ലോഡ്ജിൽ എത്തുകയാണ്. ലോഡ്ജിൽ കാശ് കൊടുക്കാതെ മുങ്ങിയത് നാഗേന്ദ്രനും സോമനുമാണെന്ന കാര്യം ലില്ലിയുടെ ചേട്ടന് മനസ്സിലായി. അവിടെ മാകെ പരിശോധിക്കുമ്പോൾ റൂമിൽ നിന്നും ഒരു ലെറ്റർ കിട്ടുകയാണ്. ആ ലെറ്ററിൽ ആലപ്പുഴ കൈനഗിരിയിൽ നിന്നും വന്നതാണെന്ന് ലില്ലിയുടെ ചേട്ടന് മനസ്സിലായി. ഇനിയപ്പോൾ അവരുടെ തട്ടിപ്പ് ആലപ്പുഴയിലാണെന്ന് ചേട്ടന് മനസ്സിലായതിനാൽ അവിടേക്ക് തിരിക്കുകയാണ്. എന്നാൽ ഇവിടെ നാഗേന്ദ്രനും സോമനും എങ്ങനെയും തങ്കത്തിന്റെ കൈവശം നിന്ന് രക്ഷപ്പെടുവാനായി നോക്കുകയായിരുന്നു. അങ്ങനെ നാഗേന്ദ്രനാണെങ്കിലോ കിട്ടിയ കാശുമെടുത്ത് ആരും അറിയാതെ പെട്ടിയുമായി വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി. അപ്പോൾ തങ്കമാണെങ്കിലോ പ്രമാണിക്കൊപ്പമാണല്ലോ. അങ്ങനെ നാഗേന്ദ്രൻ ആ റൂമിന്റെ ജനാലയിലൂടെ നോക്കുന്ന സമയത്ത് തങ്കമാണെങ്കിൽ പ്രമാണിക്കൊപ്പം കിടക്കുമ്പോൾ അവിടെ നിന്നും ഒരു മാലയാണെങ്കിൽ നാഗേന്ദ്രന് കിട്ടുകയാണ്. ആ മാലയും എടുത്ത് ആരും അറിയാതെ നാഗേന്ദ്രൻ സോമനൊപ്പം പോവുകയാണ്. അതോടുകൂടി 5ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. 6ാമത്തെ എപ്പിസോഡാണ് മൊഴി. 6ാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്ന സമയത്ത് നാഗേന്ദ്രനും സോമനും ആലപ്പുഴയിൽ നിന്നും ബോട്ട് കയറുവാനായി നിൽക്കുകയാണ്. എന്നാൽ അതേ ബോട്ടിൽ തന്നെ ലില്ലിയുടെ ചേട്ടൻ വന്നിറങ്ങുന്നത് അവർ ശ്രദ്ധിക്കും. ചേട്ടനെ തള്ളിക്കളഞ്ഞ് 2 ആളും ഓടുകയാണ്. എന്നാൽ വഴിയിലിട്ട് ചേട്ടനാണെങ്കിൽ അവരെ പിടികൂടും. എന്നാൽ നാഗേന്ദ്രൻ സോമനും അവരെ തല്ലിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പോകും വഴിയിലാണെങ്കിലോ സോമന്റെ ബാഗ് ചേട്ടന്റെ കൈവശമാകുന്നു. എന്നാലും അതും കളഞ്ഞിട്ട് അവരോടുകയാണ്. പക്ഷെ ബാഗ് പരിശോധിച്ചതിൽ നിന്നും ഒന്നും തന്നെ കിട്ടിയില്ല. എന്നാൽ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. അത് പളനിയിൽ നിന്നുമുള്ളതാണെന്ന് ചേട്ടന് മനസ്സിലായി.
ലില്ലിയുടെ ചേട്ടനെ തള്ളിയിട്ടിട്ട് ഓടുന്ന ആ ഒരു രംഗമാണ് എപ്പിസോഡ് ആദ്യം തുടങ്ങുമ്പോൾ കാണിക്കുന്നതും. അന്നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ചെയ്തതിനെല്ലാം ഫലമാണ് ഞാൻ ഈ അനുഭവിക്കുന്നത്. എനിക്കുറപ്പായും അറിയാം അയാൾ എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന്. അതെല്ലാം കേൾക്കുന്ന സോമൻ പറയുന്നുണ്ട്, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, നിന്നെ ഉറപ്പായി ഞാൻ കുവൈറ്റിലെത്തിക്കും. അതിനു മുമ്പായിട്ട് നമുക്ക് അവസാനമായി ഒരു കളി കളിക്കാം, അതോടുകൂടി എല്ലാം അവസാനിപ്പിക്കാമെന്നും സോമൻ പറഞ്ഞതിന് ശേഷം നാഗേന്ദ്രനെയും കൊണ്ട് സോമൻ നേരെ പോകുന്നത് പളനിയിലേക്കായിരുന്നു. അവിടെ മൊഴി എന്നൊരു പെൺകുട്ടിക്ക് വിവാഹം ആലോചിക്കുകയാണ്. അവളുടെ അച്ഛനാണെങ്കിൽ ക്യാൻസർ ആണ്. അച്ഛൻ പറയുന്നുണ്ട്, തനിക്ക് ക്യാൻസർ ആണെന്ന കാര്യം മകൾക്കറിയില്ല. മരിക്കുന്നതിന് മുമ്പ് മകളുടെ വിവാഹം കാണണമെന്ന് അച്ഛൻ പറയുന്നുണ്ട്. അവിടേക്ക് മൊഴിയെ വിവാഹം കഴിക്കാനായി എത്തിയത് നാഗേന്ദ്രനായിരുന്നു. മൊഴിയെ പെണ്ണ് കാണുന്ന നാഗേന്ദ്രന് ആദ്യ കാഴ്ചയിൽ തന്നെ മൊഴിയെ ഒരുപാട് ഇഷ്ടമായി. അവളാണെങ്കിൽ നിഷ്കളങ്കയും സുന്ദരിയുമായിരുന്നു. അവളെ കണ്ടപ്പോൾ തന്നെ നാഗേന്ദ്രന് കുറ്റബോധവും തോന്നി തുടങ്ങി. നാഗേന്ദ്രൻ സോമനോട് പറയുന്നുണ്ട്, എനിക്ക് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായി പറ്റില്ല. കാരണം ഞാൻ ഇത്രയും നാൾ കല്യാണം കഴിച്ച പെൺകുട്ടികളെ പോലെയല്ല. ഒരാളാണെങ്കിൽ കൊലപാതകി, ഒരാളാണെങ്കിൽ ഭ്രാന്തി, ഒരാളാണെങ്കിൽ വേശി. ഇതുപോലെയൊന്നുമല്ല ഇവൾ നിഷ്കളങ്കയാണ്. ഇവളെ ചതിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ സോമനാണെങ്കിൽ, അതൊന്നും പറഞ്ഞാൽ ശരിയാകില്ല. ഇനി കുറച്ച് കാശ് കൂടി നമുക്ക് നേടണം. അതിന് നീ ഇതിന് തയ്യാറായേ പറ്റൂ എന്ന് പറയും. അങ്ങനെ വേറെ വഴിയില്ലാതെ നാഗേന്ദ്രൻ വിവാഹത്തിന് സമ്മതിക്കുന്നു. മൊഴിയുടെയും നാഗേന്ദ്രന്റെയും വിവാഹവും കഴിഞ്ഞു. ആദ്യ രാത്രി നാഗേന്ദ്രൻ മദ്യപിച്ചാണ് റൂമിലേക്ക് എത്തിയത്. അപ്പോൾ മൊഴി ചോദിക്കുന്നുണ്ട്, എന്തിനാ മദ്യപിച്ചെത്തിയത്, എന്നെ ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നാഗേന്ദ്രനാണെങ്കിൽ അതിനൊന്നും മറുപടിയില്ല. എൻ്റെ അച്ഛന് സുഖമില്ലാത്തതാണെന്ന് എനിക്ക് നന്നായി അറിയാം, പക്ഷേ ഞാനതൊന്നും പുറത്ത് കാട്ടിയിട്ടില്ല. അച്ഛനാണെങ്കിൽ എൻ്റെ വിവാഹത്തിനായി ശേഖരിച്ചു വെച്ചതാണെന്ന് പറഞ്ഞ് സ്വർണമാണെങ്കിൽ നാഗേന്ദ്രനെ ഏൽപ്പിക്കും. അപ്പോൾ നാഗേന്ദ്രനാണെങ്കിൽ കുറ്റബോധം കാരണം കരയുകയാണ്. എന്നിട്ട് നാഗേന്ദ്രൻ താൻ വിവാഹ തട്ടിപ്പുകാരനാണെന്ന കാര്യം അവളോട് തുറന്നു പറഞ്ഞു. നാഗേന്ദ്രൻ ഒരുപാട് പേരെ വിവാഹം കഴിച്ചു എന്നറിയുന്ന മൊഴിക്ക് അത് സഹിക്കാനായില്ല. മൊഴി ഒരുപാട് കരയും. എന്നിട്ട് മൊഴി ചോദിക്കും, എന്തുകൊണ്ട് എന്നോട് സത്യമെല്ലാം തുറന്നു പറഞ്ഞു, എന്നെയും പറ്റിച്ചിട്ട് പൊയ്ക്കൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നാഗേന്ദ്രൻ പറയും, എനിക്കതിന് മനസ്സ് വന്നില്ല. ഞാൻ ഇത്രയും നാൾ വിവാഹം കഴിച്ചതുപോലെയുള്ള ഒരു പെൺകുട്ടിയല്ല നീ. നീ വളരെ നിഷ്കളങ്കയാണ്. മറ്റാരോടും തോന്നാത്തൊരു ഇഷ്ടം എനിക്ക് നിന്നോട് തോന്നിയെന്ന് പറയുമ്പോൾ മൊഴിയാണെങ്കിൽ നാഗേന്ദ്രനോട് പറയും, എന്നാൽ ശരി, ഇതുവരെയും ചെയ്ത തെറ്റ് ഇനി ആവർത്തിക്കരുത്. എന്നോടൊപ്പം സന്തോഷമായി ജീവിക്കണം. ഇതുവരെ നടന്നതെല്ലാം പോട്ടെ, ഇനി അങ്ങനെയൊന്നും പാടില്ല. എന്നെ ചതിക്കരുതെന്ന് വാക്കും കൊടുക്കുവാനായി പറയും. അങ്ങനെ നാഗേന്ദ്രൻ അവൾക്ക് വാക്ക് കൊടുത്തു. നാഗേന്ദ്രന്റെ മനസ്സിൽ ഇതുവരെ നടന്നതെല്ലാം കഴിഞ്ഞ് ഇനി എങ്ങനെയും മൊഴിയോടൊപ്പം സന്തോഷമായി എവിടെയെങ്കിലും പോയി ജീവിക്കാമെന്നാണ്. അങ്ങനെ അന്ന് രാത്രി അവർ ഉറങ്ങാൻ കിടന്നു. അടുത്ത ദിവസം രാവിലെ ഉറക്കമുണർന്നു നോക്കുന്ന നാഗേന്ദ്രൻ അവിടെ ആരെയും കാണുന്നില്ല. മൊഴിയെ കാണുന്നില്ല, സോമനെ കാണുന്നില്ല, മൊഴിയുടെ അച്ഛനെയും കാണുന്നില്ല. അപ്പോൾ നാഗേന്ദ്രന് എന്തോ സംശയം തോന്നുകയാണ്. അങ്ങനെ നാഗേന്ദ്രൻ റൂമിൽ വന്ന് നോക്കിയപ്പോൾ മൊഴി കൊടുത്ത ആ ഒരു സ്വർണത്തിന്റെ ബോക്സുമില്ല. അങ്ങനെ അവന്റെ പെട്ടി തുറന്നു നോക്കുമ്പോൾ ഇത്രയും നാൾ വിവാഹ തട്ടിപ്പ് നടത്തി സൂക്ഷിച്ചു വെച്ചിരുന്ന കാശുകളൊന്നുമില്ല. നാഗേന്ദ്രനാണെങ്കിൽ താൻ ചതിക്കപ്പെട്ടു എന്ന കാര്യം മനസ്സിലായി. അതേസമയം വീടിന് മുന്നിലേക്ക് ഒരു ബൈക്ക് വരുന്ന ശബ്ദം അവൻ കേൾക്കുന്നു. പുറത്തിറങ്ങി നോക്കിയപ്പോൾ കാണുന്നത് ലില്ലിക്കുട്ടിയുടെ ചേട്ടനെയാണ്. ലില്ലിക്കുട്ടിയുടെ ചേട്ടനും നാഗേന്ദ്രൻ പണി കിട്ടി നിൽക്കുന്ന അവസ്ഥയാണെന്ന് മനസ്സിലായി. ലില്ലിയുടെ ചേട്ടനാണെങ്കിൽ നാഗേന്ദ്രനെ ഒരു ഫോട്ടോ കാണിക്കുന്നു. അത് മറ്റാരുടെയുമല്ല, സോമന്റെയും മൊഴിയുടെയും വിവാഹ ഫോട്ടോയായിരുന്നു. അവർ വർഷങ്ങൾക്ക് മുമ്പ് വിവാഹം കഴിച്ചതാണ്. സോമനും മൊഴിയും എല്ലാം ചേർന്ന് പ്ലാൻ ചെയ്ത് നടത്തിയതാണ് ഇതെല്ലാം എന്ന് നാഗേന്ദ്രന് മനസ്സിലായി. അത് നാഗേന്ദ്രന് താങ്ങാനായില്ല. ഉടനെ തന്നെ ലില്ലിക്കുട്ടിയുടെ ചേട്ടൻ നാഗേന്ദ്രനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. തന്നെ പോലീസ് സ്റ്റേഷനിലേക്കാണോ കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറഞ്ഞ് നേരെ കൊണ്ടുപോയത് നാഗേന്ദ്രന്റെ വീട്ടിലേക്കായിരുന്നു. വീട്ടിലെത്തുമ്പോൾ നാഗേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നില്ലേ? അത് കേട്ട ലില്ലിക്കുട്ടിയുടെ ചേട്ടൻ, ഇല്ല, ഞാൻ പിന്നെ വന്ന് കണ്ടോളാം എന്ന് പറയും. അങ്ങനെ നാഗേന്ദ്രൻ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ അവിടെ കാണുന്ന ആളുകളെല്ലാം നാഗേന്ദ്രനെ നോക്കി വല്ലാതെ ചിരിക്കുന്നുണ്ട്. എന്തിനാണ് ഇവർ ചിരിക്കുന്നതെന്നൊന്നും നാഗേന്ദ്രന് മനസ്സിലാകുന്നില്ല. വീടിന് മുന്നിലെത്തിയപ്പോഴോ നാഗേന്ദ്രന്റെ അമ്മ അവനെ ഒരുപാട് വഴക്ക് പറയുകയാണ്. മാത്രവുമല്ല അവന്റെ ഭാര്യ ജാനകി പുറത്തേക്ക് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നു. എന്നിട്ട് നാഗേന്ദ്രൻ നോക്കി അവൾ പൊട്ടിക്കരയുകയാണ്. എന്നാൽ അതേ സമയം തന്നെ ആ വീട്ടിൽ നിന്നും ലില്ലിക്കുട്ടി പുറത്തേക്ക് വരുന്നു. ലില്ലിക്കുട്ടി മാത്രമല്ല, തങ്കവും ലൈലയും പിന്നെ ആ ഗർഭിണി പെൺകുട്ടിയുമുണ്ട്. ലൈലയ്ക്കും തങ്കത്തിനുമൊക്കെ ചിരിയുമുണ്ട്, അതുപോലെ തന്നെ അവനോട് ദേഷ്യവുമുണ്ട്. നാഗേന്ദ്രനാണെങ്കിൽ പണി കിട്ടിയ അവസ്ഥയിൽ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുന്നത് കാണിച്ചും കൊണ്ട് എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.